സുഹൃത്തുക്കളെ നമസ്കാരം. സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാനായിട്ട് മറ്റുള്ളവരുടെ തലയിൽ കയറുന്ന ഒരു ഏർപ്പാടുണ്ട്. എന്നുവെച്ചാൽ ബിടക്കാക്കി തനിക്കാന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി. സ്ത്രീ ലംബടന്മാർ ആണ് ഈ ഇത് ഇവിടെ ഉള്ളത്, അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും. ഇതൊന്നുമല്ല, കഴിഞ്ഞ 13-14 ദിവസമായിട്ട് ഒളിവിലായിരുന്ന ഒരാളിനെ പിടിക്കാൻ കഴിയാത്ത ഇതിൻ്റെ നിരാശ അല്ലെങ്കിൽ അതിൻ്റെ ഉളുപ്പ് തീർക്കുന്ന ഇങ്ങനാണെന്നോ? അയാൾ ഇന്നലെ വന്നിട്ട് ഡീസൻ്റായിട്ട് വന്നിട്ട് വോട്ടും ചെയ്ത് പോയി, രാഹുൽ മാങ്കൂട്ടം. ഞാൻ പറഞ്ഞായിരുന്നു അയാൾ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു. ഈ പോലീസിന് എന്തോ ഗുണമുള്ള പോലീസാണ് കേരളം ഭരിക്കുന്നത്. അല്ലെ കേരളത്തിലെ ഈ ആഭ്യന്തരമന്ത്രി ഒരു കഴിവുമില്ലാത്ത പോലീസ്. ഇത്രയും നാളായിട്ട് അയാളുടെ ഇവിടെ തന്നെയുണ്ട്. അയാൾ ബാംഗ്ലൂരിലും സത്യമംഗലം കാട്ടിലും ഒന്നും ഇല്ലായിരുന്നുള്ള കാര്യം ഇപ്പം നമുക്ക് മനസ്സിലായില്ലയോ? അയാൾ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി. അയാളെ പിടിക്കാനൊക്കാത്ത ഒരു പോലീസ് വലിയ ഗീർവാണം അടിക്കും. ചുമ്മാതെ ഒരു 10 വോട്ട്, ഇപ്പോൾ വോട്ടിടാനായിട്ട് പോകുമ്പം 10 വോട്ട് കിട്ടാനായിട്ട് ചുമ്മാതെ അത് പറയും അവർ സ്ത്രീ ലംബടൻ എന്നൊക്കെ. ആരാ പറയുന്നത്? പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മുൻ MLA KT കുഞ്ഞുമുഹമ്മദ്. അദ്ദേഹം ഒരു 75 വയസ്സുള്ളവരാണ്. അയാൾക്കെതിരായിട്ടൊരു സ്ത്രീ പരാതിപ്പെട്ടിട്ട് അടയിരിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ. അത് കഴിഞ്ഞിട്ട് പോലീസിന് കൊടുത്തിട്ട് അവരും കുറച്ച് നാൾ അടയിരുന്നു. ഒടുവിൽ എങ്ങനെയാണ് ഇപ്പം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിന് കേസൊക്കെ എടുത്ത്. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനൊന്നും അല്ല, പരാതിക്കാരി ഉണ്ടോ എന്ന് ചോദിച്ച് പുറകെ നടക്കുകയായിരുന്നു. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഗണേശനെ ഇന്നലെ ഞാൻ യൂട്യൂബിനകത്ത് കണ്ടു. ഇയാളെ നമ്മുടെ രാഹുലിനെ പറ്റി പറഞ്ഞു കണ്ടു. ഇയാൾ ഒളിച്ചിരിക്കുകയാണ്. ഞങ്ങളാരും ഒളിച്ചു ഓടിയിട്ടില്ല. നിങ്ങളാരും ഒളിച്ചോടേണ്ട കാര്യം നിങ്ങൾക്കൊക്കെ സംരക്ഷണമുണ്ട്. അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നെങ്കിൽ പിടിക്കേണ്ട കടമ നിങ്ങളുടെ അല്ലായിരുന്നു. അതുപോലെ ഈ പറയുന്നത് ആരാ? ഇവന് നാണമുണ്ട് ഈ കൊണേശന്. അവൻ അടി കൊണ്ട് മുഖമെല്ലാം ചുമന്ന് കുരുത്ത് ഉള്ള ഫോട്ടോ ഞാൻ കേരള ശബ്ദത്തിൽ കണ്ടിട്ടുള്ള. അല്ല, നമ്മൾ യൂട്യൂബിനകത്തൊക്കെ കാണുന്നുണ്ട്. വേറെ ഒരു പെണ്ണുപിള്ളയെ കയറി അയാൾ പെരുമാറിയതിൻ്റെ അയാളുടെ ഭർത്താവ് വന്ന് ഇടിച്ച് ഇവനെ ഒരു പരുവത്തിലാക്കി. അതുപോലെ മുകേഷിൻ്റെ പെണ്ണുമ്പിള്ള തന്നെ എന്തെല്ലാം അയാൾക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തന്നെ അയാളെ MP ആക്കി മത്സരിപ്പിച്ച പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇതിനൊക്കെ വിരോധാഭാസം ഒന്നിനെ കൊണേശന് നാണമുണ്ടോ ഇവൻ ഇങ്ങനെ പറയാൻ? ഇവനെയൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.